ഒരിക്കൽ ബ്രഹ്മാദേവനും പരമശിവനും തമ്മിലുള്ള യുദ്ധത്തിൽ പരമശിവൻ ബ്രഹ്മാദേവന്റെ ഒരു തല നുള്ളിക്കളയുന്നു. കോപിഷ്ഠനായ ബ്രഹ്മദേവൻ തന്റെ വിയർപ്പ് തുള്ളികളിൽ നിന്നും ശ്വേതജൻ എന്നൊരു മഹാപുരുഷന് ജന്മം നൽകുകയും അവനോട് പരമശിവനെ വധിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ശ്വേതജന് 1000 കവചങ്ങളുണ്ടായിരുന്നു. 1000 കവചങ്ങൾ ഉള്ളതിനാൽ ശ്വേതജൻ സഹസ്രകവചൻ എന്നും പേരുണ്ട്. ശ്വേതജൻ ശിവനെ പിന്തുടർന്നു. ശിവൻ ഓടി വൈകുണ്ഠത്തിലെത്തി സാക്ഷാൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. തുടർന്ന് മഹാവിഷ്ണു ഹുങ്കാരത്താൽ ശ്വേതജനെ മോഹാലസ്യപ്പെടുത്തി ശിവനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പരമശിവൻ മഹാവിഷ്ണുവിനോട് ഭിക്ഷ യാചിച്ചു. കൈവശം ഒന്നുമില്ലാതിരുന്ന മഹാവിഷ്ണു പരമശിവന്റെ കപാലത്തിൽ തന്റെ വലതുകരം ഇട്ടുകൊടുത്തു. പരമശിവൻ തന്റെ ശൂലം കൊണ്ട് മഹാവിഷ്ണുവിന്റെ കരത്തിൽ കുത്തുകയും വിഷ്ണുകരത്തിൽ നിന്നും ഭഗവാന്റെ രക്തം പരമശിവന്റെ കപാലത്തിൽ വീണു തുടങ്ങുകയും ചെയ്തു. മഹാവിഷ്ണുവിന്റെ രക്തം വീണു ശിവകപാലം നിറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു രക്തധാരയെ ഉപസംഹരിച്ചു. ഈ രക്തത്തെ പരമശിവൻ 1000 ദിവ്യവർഷം 3-ാം തൃക്കണ്ണ് കൊണ്ട് നോക്കി കൈകൊണ്ട് കശക്കി. ആ രക്തത്തിൽ നിന്നും മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും തേജസ്സോടെ ഒരു മഹാപുരുഷനുണ്ടായി വന്നു. അദ്ദേഹമാണ് രക്തജൻ. രക്തജന് 1000 കരങ്ങളുണ്ടായിരുന്നു. ഈ രക്തജനും ശ്വേതജനും തമ്മിൽ യുദ്ധമാരംഭിച്ചു. ഒടുവിൽ ശ്വേതജന് ഒരു കവചവും രക്തജന് കൈ 2 മാത്രം അവശേഷിച്ചു. യുദ്ധം തുല്യനിലയിൽ അവസാനിച്ചപ്പോൾ ബ്രഹ്മാവ് സ്ഥലത്തെത്തുകയും അടുത്ത ജന്മത്തിൽ രക്തജനും ശ്വേതജനും തമ്മിൽ ഏറ്റുമുട്ടട്ടെന്നും അന്ന് ഇവരുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാമെന്നും അറിയിച്ചു. രക്തജൻ പരമശിവനാൽ അനുഗ്രഹിക്കപ്പെടുകയും പിന്നീട് മഹാവിഷ്ണുവിന്റെ അംശമായ നാരായണ ചേർന്ന് ധർമ്മദേവന്റെ മക്കളായി പുനർജനിക്കുകയും ചെയ്തു. ഈ രക്തജൻ നരനായി ജനിച്ചിട്ട് അർജുനനായി വീണ്ടും പുനർജനിച്ചു. ശ്വേതജനാണ് കർണനായി പുനർജനിച്ചതു. ശ്വേതജനും രക്തജനും തുല്യനില പാലിച്ച സമയത്ത് മഹാവിഷ്ണു സൂര്യദേവനെ അടുത്തു വിളിച്ചു ഇങ്ങനെ പറഞ്ഞു: ദേവകാര്യം സാധിപ്പാനായി കലി ദ്വാപരസന്ധിയിൽ ഈ ശ്വേതജനെ സ്വന്തം അംശത്തിൽ നിന്നും അങ്ങ് ജനിപ്പിക്കണം. വസുഷേണൻ എന്ന പേരിൽ കുന്തിക്ക് ജനിക്കുന്ന ഇവൻ കർണനെന്നു പ്രസിദ്ധനാകും. എന്റെ പ്രസാദത്താൽ ഇവൻ സർവ്വസമ്പത്തും ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും. അതിനുശേഷം ഇന്ദ്രനെ അടുക്കൽ വിളിച്ചു രക്തജനെ സ്വന്തം അംശത്തിൽ ജനിപ്പിക്കാൻ മഹാവിഷ്ണു ആവശ്യപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ഒരു തടസ്സം ഉന്നയിച്ചു. അതായത് ശ്രീരാമാവതാരത്തിൽ വിഷ്ണു സൂര്യപുത്രനെ അനുകൂലിച്ചു തന്റെ പുത്രനായ ബാലിയെ സംഹരിച്ചുവെന്നും അതിനാൽ രക്തജനെ തന്റെ പുത്രനാക്കുകയില്ലെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാവിഷ്ണു ഇത്തവണ ഇന്ദ്രപുത്രന്റെ തോഴനായി ഇരുന്നുകൊള്ളാമെന്നും സൂര്യപുത്രനെ സംഹരിപ്പാൻ സഹായിക്കാമെന്നും അറിയിച്ചു. ഒടുവിൽ ഇന്ദ്രൻ സമ്മതിച്ചു. അങ്ങനെ സൂര്യപുത്രനായി ശ്വേതജൻ കർണനായും ഇന്ദ്രപുത്രനായി രക്തജൻ അർജുനനായും ജനിച്ചു. പദ്മപുരാണം സൃഷ്ടിഖണ്ഡം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: താങ്ക്സ് ഫോർ വാച്ചിങ്.